ഈ വീഡിയോയിൽ ഇന്ത്യയും മിഡിൽ ഈസ്റ്റിലും നടന്ന ചില സുപ്രധാന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ UAE-യുമായിട്ട് ഒരു ചർച്ച ഇന്ന് നടന്നായിരുന്നു. അത് നമ്മുടെ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് വിക്രം മിസ്രി, അതുപോലെ തന്നെ UAE-യുടെ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ മിനിസ്റ്റർ റീം അൽ ഹാഷ്മിയാണ്. അപ്പോൾ അവരുമായിട്ടാണ് ഒരു ഡിസ്കഷൻ നടന്നത്. പ്രധാനമായിട്ട് ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് UAE-യിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തിയത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, ഏത് രീതിയിൽ അഫ്ഗാനിസ്ഥാനെ കൺട്രോൾ ചെയ്യണം, അപ്പോൾ അഥവാ കാരണം അഫ്ഗാനിസ്ഥാൻ ഒരു ഇന്ത്യൻ എംബസിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യ UAE ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവായിട്ട്, അതായത് ഒരു ഡിപ്ലോമാറ്റിക് ഓഫീസ് പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് ഇന്ന് UAE-യിൽ പുരോഗമിച്ചത്. അതിൽ അഫ്ഗാന്റെ റെപ്രസെന്റേറ്റീവും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ചില ഡീലിങ്സ് ഉണ്ടായിരുന്നെങ്കിലും ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ നമ്മൾ അങ്ങോട്ട് ഇപ്പോഴും സഹകരിക്കുന്നുണ്ടെങ്കിലും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനറിൽ ഇതുവരെ കമ്മ്യൂണിക്കേഷൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ തന്നെ ആയിരിക്കും അഫ്ഗാനിസ്ഥാനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക, പക്ഷേ UAE-യുടെ ഒരു നേതൃത്വത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കാന്ന് പറഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ എംബസി അവിടെ ഓപ്പൺ ചെയ്യുന്നില്ല, പക്ഷേ ലെജിറ്റിമേറ്റ്ലി നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല രീതിയിലുള്ള കണക്ഷൻ ചെയ്യാൻ പറ്റും. അത് UAE-യിൽ സാധിക്കും. അപ്പൊ അഫ്ഗാനിസ്ഥാന്റെ റെപ്രസെന്റേറ്റീവ് UAE-യിൽ ഉണ്ടാവും, നമ്മളുടെ കൗൺസിലേറ്റ് അതേപോലെ നമ്മളുടെ ഫോറിൻ മിനിസ്റ്റർ എല്ലാം തന്നെ UAE-യിൽ ഉണ്ടാവും. അപ്പൊ UAE-യിൽ ഇരുന്നാണ് കാര്യങ്ങൾ ഇനി ഡിസ്കസ് ചെയ്യുക അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട്. അപ്പൊ അത് UAE അതിന് ഓക്കെ പറഞ്ഞ് അതിന്റെ മൂന്ന് കാര്യങ്ങളിൽ അത് പറഞ്ഞിരിക്കുന്നത് UAE ബിക്കം അവർ മീഡിയേറ്റർ, ഫെസിലിറ്റേറ്റർ, കമ്മ്യൂണിക്കേറ്റർ. ഈ മൂന്നും UAE തന്നെ ആയിരിക്കും. അപ്പൊ ആ രീതിയിലാണ് ഒരു തീരുമാനം എന്ന് എടുത്തിരിക്കുന്നത്. ഇത് എഗ്രിമെന്റ് ഓൾറെഡി ഒപ്പുവെച്ച് കഴിഞ്ഞതാണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇത് നമ്മൾ പാകിസ്ഥാനെതിരെ എടുക്കേണ്ട നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ദിവസേന ഒരു വെല്ലുവിളി ഉയർത്തുകയാണ് അഫ്ഗാനിസ്ഥാന്, അതായത് പ്രത്യേകിച്ചും ഈ ഒരു പക്കാൻ കോറിഡോറിനെ ചൊല്ലിയിട്ട്. അത് ഒരു രീതിയിലും ഇന്ത്യക്ക് ഡൈജസ്റ്റ് ആകുന്ന പരിപാടിയല്ല. കാരണം ഏക ബോർഡറാണ് ഇന്ത്യയുമായിട്ട്, അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ഏക ഒരു ബോർഡർ ഏരിയ ആണത്. അപ്പൊ ഇന്ത്യക്ക് അതിൽ കൺസേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് കൂടുതൽ ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ UAE-യിൽ നടന്ന ഈ ഒരു കൂടിക്കാഴ്ച. അതുപോലെ തന്നെ ഇന്ത്യ ഒമാൻ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു. ഒമാൻ കൂടിക്കാഴ്ച, ഒമാന്റെ മിനിസ്റ്റർ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, സാലിം ബിൻ മുഹമ്മദ് അൽ മറൂക്കി ടൂറിസം മിനിസ്റ്ററാണ്, ഒമാന്റെ ടൂറിസം മിനിസ്റ്റർ. പുള്ളി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇന്ത്യൻസ്, അതായത് ഇന്ത്യക്കാര് രണ്ടാമത്തെ ലാർജസ്റ്റ് ടൂറിസ്റ്റ് വിസിറ്റർ ഇൻ ഒമാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, കമ്പയർ വിത്ത് 2023 2024 70% ടൂറിസ്റ്റുകൾ ഒമാൻ സന്ദർശിച്ചതിൽ ഇന്ത്യക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ടൂറിസം മേഖലയിലും അതും ഇനിയും ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. ഈ കൂടിക്കാഴ്ചയിൽ വളരെ നിർണായകമായിട്ടുള്ള ചില ബൈലേറ്ററൽ എഗ്രിമെന്റ്സ് ഒക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഒമാനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഈ ഒരു മീറ്റിംഗ് സഹായകരമാവുന്ന ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ എക്സ് ഡിപ്ലോമാറ്റ്, അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എക്സ് ഡിപ്ലോമാറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശും എത്ര തന്നെ ശ്രമിച്ചാലും ഇന്ത്യയെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ പുള്ളി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, എത്രത്തോളം പാകിസ്ഥാനുമായിട്ട് ട്രേഡ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയുടെ ട്രേഡിന്റെ 5-1 അംശം വരില്ല. ആ രീതി ഒരിക്കലും ഇന്ത്യയുടെ ട്രേഡിനെ, ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ആ ഒരു ട്രേഡ് വോളിയൂമിനെ, ആ ഒരു ട്രേഡിന്റെ ക്വാണ്ടിറ്റിയെ ഒരിക്കലും പാകിസ്ഥാനും ബംഗ്ലാദേശും കൊണ്ട് മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഒരു സെയിം വിഷയം തന്നെ ഷെയ്ഖ് ഹസീന ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിനോട് സാമ്യം വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് മിലിറ്ററി ചീഫ് അവിടെ നിന്ന് പറയുണ്ടായത്. ബംഗ്ലാദേശിന്റെ എക്സ് ഡിപ്ലോമാറ്റ് പറഞ്ഞു വരുന്ന കാര്യവും ഇത് തന്നെയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അണിയറയിൽ ചില പ്രവർത്തനങ്ങൾ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ അത് ഈ ജനുവരി മാസം ആയല്ലോ, അപ്പൊ അതിന്റെ ഒരു സൂചന തന്നെയാണ്. ശരിക്കും ഈ ഒരു യൂനസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഈ ജനുവരിക്കുള്ളിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അവിടെ ഈ ഓപ്പോസിറ്റ് പാർട്ടികൾ ഇലക്ഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. BNP പാർട്ടി എപ്പോഴാണ് ഇലക്ഷൻ എന്ന് പറഞ്ഞു, ഇലക്ഷനെ നടത്താണ്ട് ഒരു വ്യക്തി ആകാശത്ത് നിന്ന് നൂല് കെട്ടി ഇറക്കിയതുപോലെ ഇറക്കി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഏത് രീതിയിലുള്ള ഭരണമാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ബംഗ്ലാദേശിന്റെ ഉള്ളിൽ യൂനിസിനെതിരെ, അഥവാ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഗ്രൂപ്പ്, ആ ഒരു റെജീമിനെതിരെ ഒരു ബദൽ അവിടെ രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പല സാഹചര്യങ്ങളും പല കാരണങ്ങളും പല ഹേറ്റ് ക്യാമ്പയിൻസും, ഇന്ത്യക്കെതിരെയുള്ള ക്യാമ്പയിൻസ്, അതേപോലെ അപ്പുറത്ത് മിയാൻമാറിനെതിരെയുള്ള ക്യാമ്പയിൻ, റോഹിംഗ്യകളുടെ ഇഷ്യൂ, പണമില്ല, ബാങ്ക്രപ്സി, ഇങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞ് ഈ ഒരു യൂനസ് അത്രത്തോളം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്, ആ രീതിയിൽ നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ബംഗ്ലാദേശിൽ കാണാൻ കഴിയുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോൾഡീവ്സിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. ഇന്നലെ തന്നെ മോൾഡീവ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പൊ അതിനകത്ത് ഇന്ത്യയിൽ ഇന്ന് മീറ്റിംഗ് വളരെ വ്യക്തമായിട്ട് നടന്ന അതിൽ ഡിഫൻസ് മിനിസ്റ്റർ, മാൽഡീവ്സിന്റെ ഡിഫൻസ് മിനിസ്റ്ററും ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററും തമ്മിലായിരുന്നു ഇന്നത്തെ ചർച്ച മൊത്തം നടന്നത്. അപ്പൊ അതിനകത്ത് മാൽഡീവ്സിന് ഇന്ത്യ ഇന്ന് ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 35 കോടി വില വരുന്ന വെഹിക്കിൾസ്, മിലിറ്ററി വെഹിക്കിൾ, ബർത്തി ഐറ്റംസ് ആയിട്ടുള്ള സപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് 35 കോടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് $4 മില്യൺ വർത്ത് വരും. $4 മില്യൺ വർത്ത് വരുന്ന പ്രോഡക്റ്റ് ആണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് കൈമാറുമ്പോഴത്തേക്കും ഇന്ത്യയുടേതായിട്ടുള്ള ചില റിക്വസ്റ്റുകൾ അവിടെ വെച്ചിട്ടുണ്ട്. റിക്വസ്റ്റ് അല്ല, ഇത് കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ എഗ്രീഡ് ആണ്, ഓൾറെഡി അവർ സൈൻ ചെയ്ത് കഴിഞ്ഞു. ബയലാറ്ററൽ എഗ്രിമെന്റ് ഓൾറെഡി സൈൻഡ് ആണ്. ഇതിനകത്ത് ഇന്ത്യ നിർണായകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഫോറിൻ വെസൽസിന് അവിടെ ഡോക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കരുത്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ചൈനയെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫോറിൻ വെസൽസ് എന്ന് പറഞ്ഞാൽ എനി കൺട്രീസ്, ഒരു രാജ്യത്തിന്റെയും ഇന്ത്യയുടെ സേഫ്റ്റിക്ക് ത്രെട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഷിപ്പും അവിടെ ഡോക്ക് ചെയ്യാൻ പാടില്ല. ഇത് മാൽഡീവ്സ് എഗ്രി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. 4 മില്യൺ നമ്മൾ കൊടുത്തു, അത് വേറെ കാര്യം. 4 മില്യൺ വർത്ത് വരുന്ന പ്രോഡക്റ്റ് കൊടുത്തു, അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് മാൽഡീവ്സ്. അപ്പൊ ആ ഒരു തലവേദന ഒഴിവായിരിക്കുകയാണ്. ഇനി മാൽഡീവ്സിന്റെ സറൗണ്ടിങ്ങിൽ വന്നിട്ട് ചൈനയുടെ ഷിപ്പ് വന്നിട്ട് ഡോക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. ആ ഒരു എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ എയർബേസ് ലീസ് റിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ എയർബേസിന്റെ ലീസ് റിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന എയർബേസ് ആണ്. അപ്പൊ അതിന്റെ ലീസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സർക്കാർ മാറി വരുമ്പോഴത്തേക്ക് നിങ്ങൾ പുറത്തു പോകണം എന്നുള്ള രീതിയിലുള്ള നാടകമൊന്നും ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല. ലീസ് കൃത്യമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് സൈൻ മേടിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലം അവര് മാൽഡീവ്സ് ഈ മൊയ്സ് വന്നപ്പോഴത്തേക്കും നമ്മളുടെ ഡിഫൻസിനെ അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞിട്ട് നമ്മൾ മാറിക്കൊടുത്തു. ഒരു 8-9 മാസമായി നമ്മൾ അവിടെ നിന്ന് മാറിയതിനു ശേഷം അവര് ശരിക്കും പറഞ്ഞാൽ അവിടെ അതൊരു മെഡിക്കൽ എവാക്യുവേഷന്റെ ഒരു ഏരിയ ആയിട്ടാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ അസുഖം വന്നു കഴിഞ്ഞാൽ വേറെ രാജ്യത്തോട്ട് പോകണമല്ലോ, പ്രത്യേകിച്ച് ഇന്ത്യയിലോട്ട് വരണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം, ശ്രീലങ്കയിലോട്ട് പോകണം, ആ രീതിയിൽ പോകണം. അല്ലെങ്കിൽ അവിടെ മെഡിക്കൽ അസിസ്റ്റന്റ് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മെഡിക്കൽ എവാക്യുവേഷന് വേണ്ടിയിട്ടാണ് ആ ഒരു ബേസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബേസ് നമ്മൾ ഇപ്പോൾ റിന്യൂ ചെയ്തിരിക്കുന്നു. പ്രോബ്ലി റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ച് ആ ഒരു ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 25, 26, 27 ദിവസങ്ങളിലായിട്ട് ഇന്ത്യൻ ബറ്റാലിയൻസ് വീണ്ടും മാൽഡീവ്സിലേക്ക് പോകുന്നതായിരിക്കും. ഇനിയിപ്പോ എങ്ങനെയാണ് നാണക്കേട് കൊണ്ട് അടുത്ത ഇലക്ഷൻ ഇയാൾ ഫേസ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ ഇപ്പൊ നോക്കുന്നത്. കാരണം അത്രമാത്രം ഇന്ത്യ ഹേറ്റ് ക്യാമ്പയിൻ നടത്തി വിജയിച്ചു വന്ന ആളാണ് മൊയ്സു. പക്ഷെ ഇപ്പൊ വീണ്ടും ഇന്ത്യയുടെ ഒരു മിലിറ്ററി മാൽഡീവ്സിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ അവിടെ ഉൾപ്പെടുത്തുന്നതിന്റെ കാരണങ്ങൾ സഹിതം വ്യക്തമാക്കണം. എന്തിനാണ് ഇന്ത്യയെ ഞാൻ അവിടെ വെക്കുന്നുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് അയാള് ഇന്ത്യയുമായിട്ട് കുറെ കറപ്ഷൻ ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ അലിഗേഷൻസ് ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണ് പ്രീവിയസ് ഗവൺമെന്റിനെ ഇയാൾ ഗണ്ണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ആ പ്രീവിയസ് ഗവൺമെന്റ് റൈറ്റ് ആയിരുന്നു എന്നുള്ളൊരു ബോധ്യമായിരിക്കും ഇതിലൂടെ ആ ഒരു മെസ്സേജ് മാൽഡീവ്സ് ജനങ്ങൾക്ക് പോകുന്നത്. ഉറപ്പായിട്ടും ഇയാൾ ഇനി ഇന്ത്യ ഹേറ്റ് പറഞ്ഞാലും, ഇനി ഇന്ത്യ ഹേറ്റ് അല്ല എന്ന് പറഞ്ഞാലും ഇയാൾ അടുത്ത ഇലക്ഷനിൽ പുറത്തു പോകുന്നതാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഈ ഉധംപൂർ ബാറാമുള്ള റെയിൽവേ ലിങ്ക് ഇത് വളരെ ഫേമസ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് 2 ബ്രിഡ്ജുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ പണിത മാർവലസ് ആയിട്ടുള്ള 2 ബ്രിഡ്ജുകൾ അവിടെ നിലകൊള്ളുന്നുണ്ട്. അതിൽ ഒന്ന് അജിഗഡ് ബ്രിഡ്ജ്, ഇനി ഒന്ന് ചെനാബ് ബ്രിഡ്ജ്. ചെനാബ് ബ്രിഡ്ജ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ശ്രീനഗറുമായിട്ട് ജമ്മുവിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ തന്നെ, ഈ ഒരു റെയിൽവേ ലൈൻ തന്നെ ഇന്ത്യ ഗവൺമെന്റ് വളരെ എഫക്റ്റീവായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതിനെ പൂർത്തീകരിച്ചത്. അതിന്റെ ഇൻസ്പെക്ഷൻ 8, 9 ജനുവരി ദിവസങ്ങളിൽ നടത്തും. ആ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം അതിനകത്ത് ഈ ജനുവരിക്കുള്ളിൽ തന്നെ ഒരു ഇനോഗ്രേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് അവിടെ റെയിൽവേ പുതിയ ട്രെയിൻ ഓടി തുടങ്ങാനുള്ള ഒരു മാർഗങ്ങൾക്ക് വഴിയൊരുങ്ങുകയാണ് അവിടെ. ഇത് ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏത് തണുപ്പ് കാലത്തും ഏത് കാലാവസ്ഥയിലും, അതായത് മെയിൻലാൻഡുമായിട്ട് കാശ്മീർ വാലി കണക്റ്റഡ് ആയിരിക്കും. പിന്നെ ISRO ഒരു എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം. സ്പേഡെക്സ് എന്ന് പറഞ്ഞുള്ള ഒരു മിഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് 9-ാം തീയതി അഥവാ ഇന്ന് ആ ഒരു ഡോക്കിംഗ് സിസ്റ്റം പരീക്ഷിക്കേണ്ടതാണ്. ആ പരീക്ഷണം വീണ്ടും നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ചെറിയ ടെക്നിക്കൽ എറർ ഉണ്ടെന്നാണ് ISRO പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് തന്നെ 500 മീറ്റർ, അതുപോലെ തന്നെ അത് 275 മീറ്റർ പ്രോക്സിമിറ്റിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഡോക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഗ്രൗണ്ട് അസിസ്റ്റന്റ് ആവശ്യം വരുന്നു എന്നുള്ള ആവശ്യമാണ് അവർ പറയുന്നത്. നമ്മൾ പരമാവധി ഇപ്പൊ എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഗ്രൗണ്ട് അസിസ്റ്റന്റ് കൂടെ വേണ്ടി വരും എന്നുള്ള ഒരു നിർദ്ദേശത്തിനെ തുടർന്നാണ് അത് പൗസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിപ്പം ശരിക്കും പറഞ്ഞാൽ 600 മീറ്റർ ഡിസ്റ്റൻസിൽ 2 മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന് ഡോക്കിംഗ് കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ടൈം എടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ISRO ജസ്റ്റ് പൗസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അവർ പുതിയ ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഈ ഒരു മിഷൻ 1, 2, 3 രാജ്യങ്ങൾ മാത്രമേ ലോകത്ത് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർ ആരും ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു ഡോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പേലോഡോടുകൂടി ഇപ്പൊ നമ്മൾ MT ആയിട്ടുള്ള 2 ഡെമോ സാറ്റലൈറ്റുകളാണ് അവിടെ നമ്മൾ ഈ പരീക്ഷിക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി നടക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പേലോഡ്
അതായത് നല്ല രീതിയിലുള്ള പേലോഡ് ഹെവി വെയിറ്റോട് കൂടിയായിരിക്കും പോയി ഇങ്ങനെ ഡോക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. നമ്മൾ രണ്ട് സാറ്റലൈറ്റിനെ ഇവിടെ ഡോക്ക് ചെയ്യിപ്പിക്കല് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരത്തിൽ വിചാരിക്കുന്ന കാര്യമല്ല ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്പേസ് ബഹിരാകാശ യാത്ര നടത്തുന്ന സഞ്ചാരികളെയൊക്കെ കൊണ്ട് ഇങ്ങനെ സ്പേസ് സ്റ്റേഷനിൽ കൊണ്ട് എത്തിക്കുമ്പോഴത്തേക്കും അവിടെ നല്ല 3 പേരെ കൊണ്ടുപോകുന്നെങ്കിൽ 3 പേരുടെയും വെയിറ്റ്, അത് കൂടാതെ ആ ഒരു ഇൻസ്ട്രുമെന്റ് വെയിറ്റ് ഇതെല്ലാം ഉണ്ടാവും. അത്ര ഹെവി വെയിറ്റ് ആണ് കൊണ്ടുപോയി ഡോക്ക് ചെയ്യുന്നത്. പിന്നെ അവിടെ ഗ്രാവിറ്റിയുടെ ഒരു വിഷയം കൊണ്ട് മൈക്രോ ഗ്രാവിറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പൊ മൈക്രോ ഗ്രാവിറ്റി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അവിടെ ഭാരം കുറച്ചൊക്കെ കുറഞ്ഞ് കാണാം. പക്ഷെ എന്നാലും എം ടി ഡോക്കിങ്ങും ഹെവി ഡോക്കിങ്ങും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് കരുതിക്കൊണ്ട് ഈ ഒരു മിഷൻ സക്സസ്ഫുള്ളി വിജയകരമായിട്ട് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ISRO ഈ ഒരു ടൈം ഡിലേ എടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ചൈനയിൽ ഇൻഫ്ലേഷൻ കൂടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് നല്ല രീതിയിലുള്ള ഇൻഫ്ലേഷനാണ്. ഈ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് ഒക്കെ എന്ന് പറയുന്നെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും ചൈനയിൽ ഇൻഫ്ലേഷനാണ്. ആ ഇൻഫ്ലേഷൻ കൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരുപാട് ഗ്ലോബൽ ബോണ്ടുകൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ പ്രോഫിറ്റ് ഡിവിഡൻഡ് ഇതെല്ലാം കുറയുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഇൻഫ്ലേഷൻ ചൈനയിൽ വന്നത് ഗ്ലോബലി ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ഗ്ലോബൽ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ചൈനയിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ പണി കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ഇമ്പാക്ട് ചൈനയ്ക്കുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കുണ്ടാകും. ഇൻഡയറക്റ്റ് ഇമ്പാക്ട് ചൈന എവിടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഇത് റോയിട്ടേഴ്സ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയുമായിട്ട് വളരെ കൂടുതൽ കോൺടാക്ട് വെച്ചിരിക്കുന്ന മറ്റൊരു രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 2030 വിഷൻ 2030 എന്നുള്ള ഒരു പ്രോജക്റ്റാണ് സൗദി അറേബ്യ നടപ്പിലാക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ 70% അതിന്റെ വർക്കുകൾ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ചൈനയാണ്. ചൈന ഈ ഒരു സൗദി പ്രോജക്ട് ഈ വിഷൻ 2030ക്ക് വേണ്ടി തന്നെ ഒരു ബോണ്ട് ഓൾറെഡി 2 ബില്യന്റെ ബോണ്ട് ഏതാണ്ട് 1.5 മാസത്തിന് മുമ്പ് സൗദി അറേബ്യയിൽ വിറ്റ് തീർത്തിട്ടിരിക്കുന്നതേ ഉള്ളൂ. അത് തന്നെ ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ആശാൻ. പക്ഷെ എന്നാലും ക്രൈസിസ് മാറുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? ഇവർ ഏറ്റെടുത്ത പ്രോജക്റ്റ് നടത്താൻ ചൈനയ്ക്ക് പൈസ ഇല്ല. അതുകൊണ്ടാണ് ചൈന ഈ വെളിയിൽ ബോണ്ട് വിൽക്കുന്നത്. അത് ഒരു പക്ഷേ അവർക്ക് പൈസ ഇല്ല എന്ന് പറയുന്നത് ചൈനയ്ക്കുള്ളിൽ പൈസ ഇല്ല എന്നല്ല, ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത ഫണ്ടിൽ ഷോർട്ടേജ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ഒരു കാര്യം പറയാം. സൗദി അറേബ്യ 2025 ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസിസ്. ഇതൊരു ക്രൈസിസ് എന്ന് തന്നെ പറയാം. കാരണം സൗദി അറേബ്യ ചെയ്ത 4 വിഷയങ്ങൾ, ആ 4 വിഷയങ്ങളിൽ ഒന്ന് ഓയിൽ റവന്യൂവിൽ നിന്ന് മാറിക്കൊണ്ട് ഓയിൽ ഇതര റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അത് നമ്പർ 1. അത് കുറച്ചല്ല, നല്ല രീതിയിലുള്ള ഒരു ഡെഫിസിറ്റ് സൗദി അറേബ്യയുടെ ഇൻകം റവന്യൂവിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അടുത്ത സൗദി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻഡിച്ചർ ആണ്. പുതിയ പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ച് ഒരുപാട് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പൊ തൽക്കാലം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഈ ക്രൂഡ് ഓയിൽ ഇൻഡസ്ട്രിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കൊണ്ടും സൗദി അറേബ്യ കുറച്ച് ആ ഒരു ഫിനാൻഷ്യലി കുറച്ച് താഴോട്ട് പോകുന്ന അവസ്ഥയാണ്. അത് ഏതുവരെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ മറ്റുള്ള ഇതര ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പം സൗദി അറേബ്യ ഏതാണ്ട് $17 ബില്യൺ ബോണ്ട് വിറ്റിരിക്കുകയാണ് ഓൾറെഡി. ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, $17 ബില്യൺ ബോണ്ട് ഓൾറെഡി സൗദി അറേബ്യ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്രയും കടം മേടിച്ചിരിക്കുകയാണെന്നുള്ള അതിന്റെ അർത്ഥം കേട്ടോ. കടംപത്രം, ഈ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ബോണ്ട് എന്ന് പറഞ്ഞാൽ കടംപത്രം. അപ്പൊ ഈ ബോണ്ട് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയാണ്. എപ്പോഴാണ് നമ്മൾ കടമെടുക്കുന്നത് പൈസ ഇല്ലാത്തപ്പോഴാണ്. അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യ കൂടുതലായിട്ട് മൾട്ടിപ്പിൾ പ്രോജക്റ്റിൽ എൻഗേജ്ഡ് ആയിരിക്കുകയാണ്. അതിൽ ഒന്ന് നമ്പർ 1 സ്പോർട്സ്. ഈ സ്പോർട്സിന് വേണ്ടിയിട്ടൊക്കെ സൗദി അറേബ്യ കളഞ്ഞ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയല്ല. വലിയ സ്പോർട്സ് പേഴ്സൺസ്മാരെയൊക്കെ പൈസ കൊടുത്ത് വിലക്ക് മേടിച്ച് സ്പോർട്സ് നടത്തുക എന്നുള്ളതൊക്കെ ഒരു വലിയൊരു ഭീമമായ പദ്ധതിയായിട്ടാണ് സൗദി അറേബ്യ നടപ്പിലാക്കിയത്. ഈ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാജുവലി ഡെവലപ്പായി വരേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ റൊണാൾഡോയെയും മെസ്സിയൊക്കെ പോയി പൈസ കൊടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സൗദി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സെമി കണ്ടക്ടർ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് സൗദി അറേബ്യ. അത് സൗദി അറേബ്യക്ക് ഉള്ളിൽ ഇതുണ്ടാക്കുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കാരണം ഈ സെമി കണ്ടക്ടർ മേഖല എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ തൈവാനിലായിക്കോട്ടെ ചൈനയിലായിക്കോട്ടെ ഈ ഇലക്ട്രോണിക് മേഖലയിൽ ചൈനയിൽ നടത്തുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ചീപ്പ് എംപ്ലോയി ആണ്. അതായത് കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ജോലിക്കാരെ കിട്ടുന്നുള്ളതാണ്. അപ്പൊ അത് ഇന്ത്യ പോലത്തെ രാജ്യത്തിന്, തായ്ലാന്റ് പോലത്തെ രാജ്യത്തിന്, അതേപോലെ കംബോഡിയ പോലത്തെ രാജ്യത്തിന്, വിയറ്റ്നാം പോലത്തെ രാജ്യത്തിന് ഇതിനൊക്കെ സാധിക്കും, വളരെ എളുപ്പമാണ്. ശ്രീലങ്ക പോലത്തെ രാജ്യത്തിന്. അല്ലാതെ ഈ സൗദി പോലത്തെ രാജ്യത്തിന് സെമി കണ്ടക്ടർ മേഖല കൊടുക്കുമ്പോഴേക്ക് ഇവര് എത്ര രൂപ ശമ്പളത്തിന് ആളിനെ വെക്കും? അപ്പൊ ഈ രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് വേണം ഇങ്ങനത്തെ പ്രോജക്റ്റിലൊക്കെ ഇറങ്ങാൻ. അതുപോലെ തന്നെ അടുത്ത പ്രോജക്റ്റാണ് ന്യൂ സിറ്റീസ്. അതാണ് ഈ നിയോം എന്ന് പറയുന്നത്. ന്യൂ സിറ്റീസ് അത് വിഷൻ 2030 എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷനിൽ ഇറങ്ങിയത്. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള എക്സ്പെൻസസ് ആണ്. ഈ നിയോം സിറ്റിയൊക്കെ ആദ്യം പ്രൊജക്ട് ചെയ്തതുപോലെ അത്രത്തോളം കിലോമീറ്റർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ ഏതാണ്ട് ഒരു
100 കിലോമീറ്ററിൽ താഴെയായിട്ട് വെട്ടിച്ചുരുക്കിയതായിട്ടാണ് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത്. ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പൈസ ഇല്ല, അതാണ് സംഭവം. അപ്പൊ ചില പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ ഏത് തലത്തിലുള്ള ഭരണാധികാരി ആയാലും ചില ആക്ഷൻ പ്ലാനുകൾ എടുക്കുമ്പോഴത്തേക്കും ദീർഘവീക്ഷണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗ്രോത്ത് അതാണ് നോക്കേണ്ടത്. ആ രീതിയിൽ മുന്നോട്ട് പോകാത്തതിന്റെ ചില പ്രശ്നങ്ങൾ സൗദിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അറാംകോ കമ്പനിയുമായിട്ട് ഇന്നൊരു മീറ്റിംഗ് നടന്നതിൽ സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഇപ്പൊ $70 കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് 90 ആയിട്ട് മാറ്റാൻ പോവാണ്. വരുന്ന മാസം ഈ ഒരു ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് സൗദി അറേബ്യ ഇൻക്രീസ് ചെയ്യും, $90 ആയിട്ട് മാറ്റാൻ പോവാണ്. ഇത് സൗദി അറേബ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന മറ്റുള്ള ഇതര രാജ്യങ്ങളായിട്ടുള്ള ഏഷ്യൻ കൺട്രിയിലുള്ള മറ്റു രാജ്യങ്ങളിൽ ഇൻഫ്ലേഷൻ കൂട്ടാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സൗദിക്ക് ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അത് സൗദിയോട് നിൽക്കത്തില്ല, അത് തുടരെ അങ്ങ് ബാധിക്കും. ആ ബാധിക്കുന്നതാണ് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വരാൻ പോകുന്നത്. വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.